നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ ഏകദേശം വീണ വിജയന്റെ ഭാവി തീരുമാനമായിരിക്കുകയാണ്. ഒരുപക്ഷെ വീണ വിജയൻ ജയിലിൽ പോകുമെന്നൊക്കെ തന്നെ പലരും പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ മുൻപേ ഒരുപക്ഷെ പിണറായി വിജയൻ ജയിലിൽ പോകാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലായിരിക്കും അതെന്ന ഒരു റിപ്പോർട്ടുകളും വരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉന്നത ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം കുറച്ചു കാലമായി തന്നെ ഉയരുന്നതാണ്. ഇപ്പോഴിതാ TPയെ കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്താണ് എത്തിയിരുന്നത്. ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയില്ല. അതിന് പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും കേട്ടു. CBI അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യം ഇതുവരെ ആരും അംഗീകരിക്കപ്പെട്ടിട്ടില്ലതാനും. ഇതിനിടെയാണ് ഫോൺ വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ പല ഉന്നതരും കുടുങ്ങുമായിരുന്നു എന്ന മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുന്നത്. TP വധക്കേസിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണെന്നാണ് മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ആരോപിച്ചത്. കൃത്യം നടപ്പാക്കിയതിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന് നേരിട്ട് പങ്കുണ്ടെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ തുറന്നടിച്ചു. ഫോൺ കോൾ വിവരങ്ങൾ പൂർണ്ണമായും കിട്ടാതിരുന്നതാണ് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീളാതിരുന്നതിന്റെ കാരണം. സർവീസ് പ്രൊവൈഡർമാരോട് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നില്ല. താൻ ആഭ്യന്തരമന്ത്രിയായ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. ഫോൺ കോൾ വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ പല ഉന്നതരും TP വധ ഗൂഢാലോചനയിൽ ഉൾപ്പെടുമായിരുന്നു. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള KK രമയുടെ നിലപാടിന് UDFന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. 2 പാർട്ടി നേതാക്കൾ കൂടി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട് തന്നെ CPM പങ്കിന് തെളിവാണ്. ഭരണത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് CPM കൊലപാതക രാഷ്ട്രീയത്തിന് അവധി നൽകിയിരുന്നത് എന്നും ചെന്നിത്തല പറയുന്നു. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടിനുറക്കിയാൽ അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയിൽ നിറഞ്ഞതായിരുന്നു TP വധക്കേസ് ഗൂഢാലോചന. TP ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികൾ ഉണ്ട് എന്നും അത് അന്വേഷിക്കുമെന്നും വിശദീകരിച്ചിരുന്നു. ചന്ദ്രശേഖരനെ 56 വെട്ടിന് കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു. അവർക്ക് TPയെ അറിയുക പോലുമില്ല. അവരുമായി ഒരു പ്രശ്നവും ഓഞ്ചിയത്തെ സഖാവിന് ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ CPMൽ നിന്നും പിണങ്ങി RMP ഉണ്ടാക്കി ഓഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈര്യം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത്. അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് KK കൃഷ്ണന്റെയും ജ്യോതി ബാബുവിന്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തവും. കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലായി ഗൂഢാലോചന നടന്നു. സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യം ഏൽപ്പിച്ചത്. ഇതിന് പിന്നിൽ കുഞ്ഞനന്ദന്റെ ബുദ്ധിയായിരുന്നു. എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു. അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ സംസാരം.